ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. അദ്ദേഹം അവിടെ ഇരുന്ന് അപ്പം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഒരു പ്രത്യേകതയും കൗതുകവും തോന്നി. അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. ഒന്നും രണ്ടുമല്ല, 5000-ന് മീതെ അപ്പമാണ് ഒറ്റയ്ക്കിരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പക്കാരയ്ക്ക് പുറമെ മറ്റൊരു പാത്രത്തിൽ കൂടി എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കാരയിൽ ഒരു ട്രിപ്പ് ഒഴിച്ച് ഒന്ന് പാകമായാൽ അത് കോരി ഇപ്പുറത്തെ പാത്രത്തിലേക്കിടും. വീണ്ടും അടുത്ത ട്രിപ്പ് കാരയിൽ മാവൊഴിച്ച് കഴിയുമ്പോഴേക്കും ഇപ്പുറത്തെ പാത്രത്തിലെ പാകമായിട്ടുണ്ടാവും. ഇതിനിടയിൽ ഇളക്കി കൊടുക്കുകയും വേണം. ഇതൊക്കെ പലയിടത്തും ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണെങ്കിലും കാരയിൽ മാവ് ഒഴിക്കുന്നതാണ് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. ഒരു കുഴിയിൽ മാവ് ഒഴിക്കുന്നതിനൊപ്പം അപ്പുറത്തെ കുഴിയിലേക്ക് ഒരു വരി കൂടി ഒഴിച്ചാണ് പോകുന്നത്. ഇതിന്റെ ഗുണം ഓരോന്നായി കുത്തിയെടുക്കേണ്ട എന്നതാണ്. ഒരു മാല പോലെ കാരയിൽ നിന്നും എടുത്ത് അപ്പുറത്തെ പാത്രത്തിലേക്കിടാം. ഒരു ട്രിപ്പിൽ ഏതാണ്ട് 70-75 അപ്പമാണ് തീരുക. കസേരയിലിരുന്ന് വളരെ സമാധാനമായി